ഹായ് ആൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളുള്ളത് പുണ്യ മദീനയിലാണ്. മദീനയിലെ മസ്ജിദുൻ നബവിയിലാണ്. അങ്ങനെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് സലാം പറഞ്ഞു, റൗള വിസിറ്റ് ചെയ്തു. അൽഹംദുലില്ലാ, നുസ്കാപ്പ് വഴിയായിരുന്നു റൗള വിസിറ്റ്. അങ്ങനെ മസ്ജിദുൻ നബവിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മദീനയിൽ ഒരുപാട് പുണ്യ സ്ഥലങ്ങൾ സിയാർത്ത് ചെയ്യാനുണ്ട്. ചരിത്രപ്രധാനമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പോകുന്നത് നമ്മൾ ഈ ഒരു കിണറിലേക്കാണ്. അതായത് ഗേൾസ് വെൽ അല്ലെങ്കിൽ ബീർ അർസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് ഈ കിണർ, ഈ കാണുന്നതാണ് കിണർ. നബിതങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഒരു കിണറിലെ വെള്ളം. നബിതങ്ങളുടെ ജനാസ കുളിപ്പിക്കാൻ ഈ കിണറിൽ നിന്ന് വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നബിതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കിണറിനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നബിതങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഈ കിണറിലെ വെള്ളം. അതുകൊണ്ടാണ് ജനാസ കുളിപ്പിക്കാനായിട്ട് ഇതിന്ന് 10 തോൽപാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നിസ്കരിക്കാനുള്ളൊരു സ്പേസാണ്. ഇതിനകത്തൊരു ചെറിയൊരു പള്ളിയുണ്ട്. ഈ കിണർ മൊത്തം ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഇതിലെ വാട്ടർ ജബീൽ വാട്ടറാണ് എന്നാണ് ഇതിന് പറയുന്നത്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ കുടിക്കാനായിട്ട് ഇത് തരുന്നുണ്ട്. അതുപോലെ നമുക്ക് വാങ്ങിച്ചിട്ടും പോവാം. ഇപ്പോൾ ലേഡീസിന് പ്രത്യേക സ്പേസ്, അതുപോലെ ജെൻസിന് വേറെ സ്പേസ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ഒരു ജബീൽ വാട്ടർ കുടിച്ചിട്ട് പോവാം. അപ്പോൾ ഇതാണ് ബീർ അർസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഈന്തപ്പനത്തോട്ടത്തിലേക്കാണ്. ഇതൊരു ഈന്തപ്പന ഫാമാണ്. അതായത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഈന്തപ്പനത്തോട്ടമാണിത്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഈന്തപ്പനത്തോട്ടം തന്നെയാണിത്. മറുനാട്ടിൽ നിന്ന് വന്ന ഒരു ജൂതൻ്റെ അടിമയായിരുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിനെക്കുറിച്ചും നബിതങ്ങളെക്കുറിച്ചും കൂടുതൽ പഠിക്കാൻ അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ടായിരുന്നു. ഇത് നബിതങ്ങളെ അറിയിക്കുകയും അതിനുശേഷം ജൂതൻ്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇസ്ലാം സ്വീകരിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നു. ഇതിനായിട്ട് അദ്ദേഹത്തിൻ്റെ യജമാനൻ ആവശ്യപ്പെട്ടത് 300 ഈത്തപ്പന തൈകൾ, അതും ഫലം കായ്ക്കുന്ന ഈത്തപ്പന തൈകൾ നട്ടു വളർത്താനാണ്. അങ്ങനെ നബിതങ്ങളും സ്വഹാബാക്കളും ചേർന്നാണ് ഈ ഈന്തപ്പന തൈകൾ നട്ടത്. അങ്ങനെ നട്ട 300 തൈകളും ഫലം കായ്ക്കുകയും അദ്ദേഹം അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ സിയാറത്ത് ചെയ്യുന്നത് മസ്ജിദുൻ നൂറാണ്. ഇത് ചെറിയൊരു നിസ്കാരപ്പള്ളിയാണ്. ഈന്തപ്പനകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ആളുകൾ വന്നിട്ട് നിസ്കരിക്കുന്നുണ്ട്. ഇവിടെ നബിതങ്ങൾ വന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ട്, ദർസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു കിണർ കാണാം. ഇതിൽ നല്ല ശുദ്ധവെള്ളമുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന് കോരിയിട്ടാണ് നബിതങ്ങൾ വുളു എടുത്ത് നിസ്കരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ഈന്തപ്പനത്തോട്ടാണ്. അതുപോലെ ഒരുപാട് നല്ല ഈന്തപ്പഴം നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. ഇതിനടുത്ത് തന്നെ ഒരു ഈന്തപ്പന ഫാക്ടറി ഉണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അവിടെ നിന്ന് ഈത്തപ്പഴം വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ മദീനയിലൂടെ യാത്ര തുടരുകയാണ്. ചുറ്റും മലകൾ കാണാം നമുക്ക്. ഇത് ഒരു ബീവിയുടെ റളിയല്ലാഹു അൻഹയുടെ ഒരു വീടാണ്. ഇത് അന്നത്തെ സ്വഹാബാക്കൾ പണിതൊരു വീടാണ്. ഇതെല്ലാം അവർ അതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്തെ വീട് ഈ രൂപത്തിലായിരുന്നു. ഇതിനകത്തേക്കൊന്നും നമുക്ക് പ്രവേശനമില്ല. ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. ഇനി ഈ കാണുന്നത് ഒരു കിണറാണ്. ഇതിന് പറയുന്നത് ബീറു മദീനത്ത് സംസം എന്നാണ്. അതായത് മദീനയിലെ സംസം കിണറാണിത്. ഇപ്പോൾ ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആണ്. മുമ്പൊക്കെ ആളുകൾ വന്നിട്ട് വെള്ളം കോരി കുടിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമ്മളൊരു റെയിൽവേ പാതയിലോട്ടാണ് യാത്ര ചെയ്യുന്നത്. ചരിത്ര പ്രധാനമായിട്ടുള്ള ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു റെയിൽവേ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. മദീന വരെ ട്രെയിൻ ഓടിയിട്ടുണ്ട്. പിന്നീട് രണ്ടാം ലോകമായ സമയത്ത് എന്ത് ചെയ്യും, പാളങ്ങളൊക്കെ തകർക്കപ്പെടുകയുണ്ടായി. അതായത് ആ ഒരു തയ്യാറെടുപ്പെടുത്തി അവിടെ നിന്ന് തയ്യാറെടുത്ത് പോയ സ്ഥലമാണ്. അതാണ് മസ്ജിദ് സുക്കിയ എന്നൊരു പള്ളി ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്തൊരു പള്ളി കൂടെ ഉണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ മദീനയിലെ ഉൾപ്രദേശത്തിലൂടെ യാത്ര തുടരുകയാണ്. ഒരുപാട് പഴയ കെട്ടിടങ്ങളുണ്ട്, പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളുണ്ട്, പണി നടക്കുന്ന കെട്ടിടങ്ങളുണ്ട്. നബിതങ്ങൾ മദീനയിൽ വരുന്നതിന് മുമ്പ് യസ്രിബ് എന്നായിരുന്നു മദീന അറിയപ്പെട്ടിരുന്നത്.
നബി തങ്ങൾ മദീനയിൽ താമസമാക്കിയതിന് ശേഷമാണ് മദീന എന്ന പേര് വന്നത്. അതിനു മുമ്പ് യസ്രിബ് എന്നായിരുന്നു മദീനയുടെ പേര്. ഇത് നമ്മുടെ ഗൈഡാണ് കേട്ടോ. ഗൈഡാണ് നമുക്ക് ഓരോ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിക്കുന്നതും അതുപോലെ അതിൻ്റെ ചരിത്ര പ്രാധാന്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതും. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ഹന്തക് മലയിലോട്ടാണ്. ഹന്തക് മലയുടെ അടിയിലോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അവിടേക്ക് പോകുന്ന വഴിയിലാണ് ജാബിർ റളിയല്ലാഹു അൻഹുയുടെ വീട്. ചരിത്രപ്രധാനമായ സംഭവം നടന്നിട്ടുണ്ട് ആ ഒരു വീട്ടിൽ. ഈ കാണുന്നതാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്. ഇപ്പോൾ ഇവിടെ ഒരു പള്ളിയാണുള്ളത്. പറയുകയും ചെയ്യാം. എന്നിട്ട് റസൂലുള്ളാഹിയെ പോയി ആര് വിളിക്കുക, എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരും റസൂലുള്ള എന്ന് പറയാം. എന്നിട്ട് ഇദ്ദേഹം തിരിച്ച് വീട്ടിൽ ഈ സമയത്ത് റസൂലുള്ള പറയാണ് ജാബിറിനെ പറ്റത്, എന്താണ് ജാബിറെ ഇങ്ങനെ നിൽക്കുന്നത്, പെട്ടെന്ന് തന്നെ ഭക്ഷണം എടുത്തുകൊണ്ട് വരിക. അങ്ങനെ എന്ത് ചെയ്യും? ഈ മലയുടെ പേര് ജബൽ സിൽഹയുടെ താഴ്വാരത്തിലാണ് ഹന്തക്കിന്റെ ഒന്നും നടന്നത്. അത് അവരുടെ കയ്യിൽ നിന്ന് വാണുകൊണ്ട് പാറയിലേക്ക് അടിച്ച് ശബ്ദമുണ്ടാക്കുക. ആ വാണുകൊണ്ട് ഈ ശബ്ദം കേട്ട റസൂലുള്ള സുജൂദിൽ നിന്ന് എണീക്കുകയും ഇതുപോലെ വഹീന്റെ അടിസ്ഥാനത്തിൽ ആ ഗുഹയായിട്ടൊന്നും ഇല്ല, അത് കുറെയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ആ കിടങ്ങ് പണ്ടേ അടച്ചത്. അവിടെയൊക്കെ റോഡൊക്കെ ആയിരുന്നു. ഇപ്പൊ അവിടെ ഇപ്പൊ പുതിയ പാർക്കിങ്ങിന്റെയും ആ പള്ളിയുടെയൊക്കെ പണിയുണ്ട്. അവിടെ ആ പഴയ അതായത് 7 സ്ഥലങ്ങളിലായിട്ടാണ് റസൂലുള്ള സഹാബത്ത് നടത്തിയത്. സ്ത്രീകളുടെ ഒരു സംഘം വലിയ അങ്ങനെ 7ഓളം സ്ഥലങ്ങളിൽ ഇവർ നിർത്തിയിരുന്നു. അതായത് ആ സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ പിന്നീട് അതായത് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്ത് രാജാവുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കാലത്ത് പള്ളികൾ പണിഞ്ഞത്, പഴയ കാലത്ത് മോഡൽ പള്ളികൾ പണിഞ്ഞത്, അത് ആ പള്ളിയിൽ ഇപ്പോഴുണ്ട്. മനസ്സിലായി? ഈ കാണുന്നതാണ് ഹന്തക് മല. ഹന്തക് എന്ന് പറഞ്ഞാൽ കിടങ്ങ് എന്നാണ് അർത്ഥം. ഇവിടെയാണ് ഹന്തക് യുദ്ധം നടന്നത്. അടുത്തതായി സിയാർത്ത് ചെയ്യാൻ പോകുന്നത് മസ്ജിദുൽ കിബിലത്തൈനാണ്. ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് മസ്ജിദുൽ കിബിലത്തൈൻ. അങ്ങോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മസ്ജിദുൽ കിബിലത്തൈൻ അതായത് 2 കിബിലയുള്ള പള്ളി എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. മസ്ജിദുൽ ഹറമിന് മുമ്പ് മസ്ജിദുൽ അക്സയിലോട്ടായിരുന്നു കിബില. അപ്പോൾ ഈ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മുമ്പ് നബിതങ്ങൾ നിസ്കരിച്ചിരുന്ന മസ്ജിദുൽ അക്സയിലോട്ടുള്ള ആ ഒരു കിബില കാണാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കിബില മാറണം, ഹറമിലേക്ക് കിബില ആവണം. അങ്ങനെ ഇവിടെ അസറിന്റെ നമസ്കാരമാണ്, 4 റക്അത്ത് നമസ്കാരമാണ്. നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 റക്അത്ത് നമസ്കരിച്ച് കഴിഞ്ഞിരുന്നു. അങ്ങനെ 2 റക്അത്ത് മസ്ജിദുൽ അക്സയിലേക്ക് നമസ്കരിച്ച് കഴിഞ്ഞിരുന്നു. ബാക്കി 2 റക്അത്ത് നിൽക്കുകയാണ് ഈ ആയത്തിറങ്ങുന്നത്, കിബില മാറിക്കൊണ്ടുപോകാൻ. റസൂലുള്ള അതായത് അങ്ങേക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് കിബില മാറുക എന്നുള്ള ആയത്തിറങ്ങി മാറുകയാണ്. അതായത് രണ്ടാമത്തെ ബാക്കി 2 വക്കത്തിൽ 2 കിബിലയിലേക്ക് നമസ്കരിക്കേണ്ടത്. അതുകൊണ്ടാണ് മസ്ജിദുൽ കിബിലത്തൈൻ എന്ന് ഈ പള്ളിയെ വിളിക്കപ്പെടുന്നത് കേട്ടോ. ഇവിടെ ഇറങ്ങിയാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാം. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇത്. സ്ത്രീകൾക്കുള്ള നിസ്കാര സൗകര്യം താഴെയാണ് വരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ നബിതങ്ങൾ നിസ്കരിച്ച ഈ ഒരു പള്ളിയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞു. 2 കിബില വരുന്നത് പുരുഷന്മാരുടെ ഭാഗത്താണ്, സ്ത്രീകൾക്ക് കാണാൻ കഴിയില്ല. എന്നിരുന്നാലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ തൊട്ട് താഴെ കൂടെയാണ് ഹൈവേ പാസ് ചെയ്യുന്നത്. ഈ ഒരു പള്ളിയുടെ താഴെ കൂടെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പള്ളിയാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ ഒരു സിയാറത്തും കഴിഞ്ഞ് മടങ്ങിയാണ്. ഇപ്പോൾ ഒരു സൺസെറ്റിൻ്റെ ടൈമായിട്ടുണ്ട്. അങ്ങനെ മനോഹരമായൊരു മദീനയിലൂടെ യാത്ര തുടരുകയാണ്. അടുത്തതായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് ഉഹുദ് മലയിലേക്കാണ്. ഇസ്ലാമിക യുദ്ധം നടന്ന ഉഹുദ് ഭൂമിയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്.
ബാക്കി 700ഓളം വരുന്ന സഹാബത്തേ ഉള്ളൂ. അങ്ങനെ 700ഓളം വരുന്ന സഹാബത്തും റസൂലുള്ളാഹിയുടെ പടയെങ്കിൽ നടത്തിയ സ്ഥലമാണ് ഈ പള്ളി. അങ്ങനെ ഇവിടെ നിന്ന് തയ്യാറെടുപ്പ് നടത്തി ശനിയാഴ്ച ദിവസമാണ് ഉഹദിലേക്ക് പോകുന്നത്. ആ സമയങ്ങളിലൊക്കെ ഇതൊരു വിശ്രമ കേന്ദ്രമാണ്, ഇതൊരു വഴിപതിനേറെ വരുന്നുണ്ട്. 70ഓളം സഹാബത്ത് ഉഹദിലേക്ക് ഷഹീദായിരുന്നു. അങ്ങനെ വളരെയധികം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും തിരിച്ചു പോലെയാണ് റാഹത്തെ സ്ഥലം കേട്ടോ. അതിനുശേഷം നേരെ മസ്ജിദ് നബിയിലേക്ക് പോവാണ് ചെയ്തത് കേട്ടോ. പിന്നീട് പറയാണ്, ആരൊരാൾ ഉഹുദ് മലയെ സ്നേഹിക്കുന്നു അവരെ തിരിച്ച് ഉഹുദും സ്നേഹിക്കും. റസൂലുള്ളാഹിയെ ഇഷ്ടപ്പെട്ടുന്ന റസൂലുള്ളാഹിയെ ഉഹുദ് മല ഇഷ്ടപ്പെട്ടു. ഈ ഒരു റോഡിന് ഹിജ്റ റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നബിയും സഹാബക്കളും ഹിജ്റ പോയ ഒരു വഴിയാണിത് ഹിജ്റ റോഡ് എന്ന് അറിയപ്പെടുന്നത്. ഈ കാണുന്നതാണ് ഉഹുദ് മല. ഉഹുദ് യുദ്ധം നടന്ന ഉഹുദ് മല ഏറ്റവും വലിയൊരു മലയാണ് മദീനയിലെ ഈ ഒരു ഉഹുദ് എന്ന് പറയപ്പെടുന്നത്. അതിന് താഴെ പള്ളിയുണ്ട്. ഇത് കാണുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു സംഘവും മലയുടെ പിന്നിൽ നിന്ന് വന്ന് ഇങ്ങനെ ആക്രമിക്കുകയാണ്. പിന്നിൽ നിന്ന് വന്ന് ആ മലയിൽ നിന്ന് 10ഓളം നിന്ന സഹാബത്തിന് വെട്ടിവീഴ്ത്തുകയാണ്. അങ്ങനെ വെട്ടിവീഴ്ത്തുകയും താഴേക്ക് ഇറങ്ങി ഒരു ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യാം. ഈ സമയത്ത് എന്തായി, ഇത് കണ്ട് പിന്നിൽ നിന്നൊരു ആക്രമണം കണ്ടുണ്ടായി മുന്നിലേക്ക് ഓടി ശത്രു സൈന്യം അവരും തിരികെ വരികയാണ്. അങ്ങനെ രണ്ട് സൈന്യത്തിന്റെ ഇടയിൽ ആയി പോവാണ് റസൂലുള്ളാഹി സഹാബത്ത് അടങ്ങുന്ന മുസ്ലിം സൈന്യം. ഈ സമയത്ത് സഹാബത്ത് പറയുകയാണ്, ശത്രുക്കൾ ഏതാണ് മിത്രങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇടകലർന്നു പോയിരുന്നു എന്ന് പറയുന്നത്. ഈ സമയത്ത് അറിയാമല്ലോ, കൊച്ചാപ്പ റസൂലുള്ളാഹിയുടെ കൊച്ചാപ്പാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദാവാണ്. അതായത് വാശി എന്ന അടിമയുടെ കൈകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദാവാണ്. പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു ജയ്ഷ് റളിയല്ലാഹു അൻഹു അങ്ങനെ വലിയ വലിയ സഹാബത്ത് 70ഓളം സഹാബത്ത് ഇവിടെ ഷഹീദാവണം. ഈ സമയത്താണ് മുഹമ്മദിനെ വധിച്ചിരിക്കുന്നതെന്ന് ശത്രുക്കൾ വിളിച്ചു പറയാണ്. ഈ സമയത്ത് സഹാബത്ത് പരിഭ്രാന്തി കൊണ്ട് ഓടിയെന്നാണ് പറയുന്നത് കേട്ടോ. വധിക്കപ്പെടുകയാണ്. ഈ സമയത്ത് എന്തായി, ഹയാത്തിലുണ്ടെന്ന് പറയാണ്. അങ്ങനെ എന്തായി, റസൂലുള്ളാഹി വന്ന് കാണാൻ വരുന്നത്, അതായത് എടുക്കാൻ വരുന്നതാണ് തൽഹാ റളിയല്ലാഹു പൊട്ടിയിരുന്നത്. അതായത് ഈ ഹെൽമെറ്റ് ഉണ്ടല്ലോ, കവചം, ഇതിൽ നിന്നൊരു ആണി വന്ന് റസൂലുള്ളാഹിയുടെ കവിളിലേക്ക് പൊട്ടേറി. അങ്ങനെ കവിള് പൊട്ടിയിരുന്നു, പല്ല് പൊട്ടിയിരുന്നു. അവിടെ നിന്ന് എടുക്കുകയാണ്. അവിടെ നിർത്തേണ്ട ഈ ഭാഗത്തേക്ക് റസൂലുള്ളാഹി ഇരുത്തുന്നത്. പക്ഷേ ഇവിടെ സുരക്ഷിതമല്ലെന്ന് സഹാബത്ത് പറയാണ്. ഇവിടെ സുരക്ഷിതമല്ല, താഴ്ഭാഗമാണ്, ശത്രുക്കൾ ഈ ഭാഗത്തേക്ക് വന്ന റസൂലുള്ളാഹിയെ കാണാനാണ്. അല്ലാതെ ഇവിടെ മേളിലൊരു ഗുഹയുണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ കാണാം. ആ ഗുഹയിലേക്ക് കൊണ്ടിരുത്താൻ നിർത്തുന്നത് അവിടെ ഉള്ളിലേക്ക്. അങ്ങനെ റസൂലുള്ളാഹിയെ കൊണ്ടിരുത്താൻ പോകുന്നത്, പക്ഷേ നല്ല പൊക്കമുള്ള ഭാഗമാണ്. അങ്ങനെ റസൂലുള്ളാഹിക്ക് മേളിലേക്ക് ഉയരത്തിലേക്ക് കയറാൻ കഴിയുന്നില്ല. അങ്ങനെ തൽഹാ റളിയല്ലാഹുവിന്റെ തോളിലായിട്ട് താങ്ങിയാണ് റസൂലുള്ളാഹിയെ ഉള്ളിലേക്ക് ഇരുത്തുന്നത്. ഈ സമയത്ത് തൽഹാ റളിയല്ലാഹുവിന്റെ അടുത്ത് റസൂലുള്ളാഹി പറയാണ്, ഔജബത് തൽഹ, അതായത് ഓടി വരികയാണ്. ഉഹദിൽ നിന്നും എല്ലാ സഹാബത്തും ഇവിടേക്ക് വന്ന് റസൂലുള്ളാഹിക്ക് കാവലേക്കാണ്. അങ്ങനെ ശത്രുക്കൾ ഈ ഭാഗത്തേക്ക് വരികയാണ്. ശത്രുക്കൾ ഈ ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ പറയാണ് റസൂലുള്ളാഹി അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ പരിക്കേറ്റ റസൂൽ കൈവച്ചൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ നമുക്ക് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സുഗന്ധം ലഭിക്കുന്നതാണ്. നബി തങ്ങളുടെ സ്മെല്ലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നമുക്ക് നന്നായിട്ടൊന്ന് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു മണം കിട്ടുന്നതാണ്, നല്ലൊരു സുഗന്ധമാണ്. യുദ്ധത്തിൽ പരിക്കേറ്റ് നബി തങ്ങളുടെ പല്ലിന് ഇഞ്ചുറി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു ചെറിയൊരു ഗുഹയുണ്ട്. ഈ ഒരു ഗുഹക്കകത്തേക്ക് സ്വഹാബാക്കൾ കൊണ്ടുവന്ന് ഇരുത്തുകയായിരുന്നു. അപ്പോൾ നബി തങ്ങൾ ഇരുന്നൊരു ഇടമാണ് ഈ ഒരു സ്ഥലം. ഇവിടെയും നല്ലൊരു സുഗന്ധമുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഗുഹ പോലത്തെ ഒരു സ്പേസാണ്. അതിനകത്ത് ശത്രുക്കളിൽ നിന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പതുങ്ങിയിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. നബി തങ്ങൾ പരിക്കേറ്റ് ഇവിടെ വന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഇരുന്ന ഈ ഒരു ഭാഗത്ത് ഈ ഒരു പാറക്കല്ലിൻ്റെ അവിടെയൊക്കെ നല്ലൊരു സ്മെല്ലാണ്. മാഷാ അല്ലാഹ്, നബി തങ്ങളുടെ ആ ഒരു സുഗന്ധം നമുക്ക് കിട്ടി ഇവിടെ നിന്ന്. ഉഹദ് യുദ്ധത്തിൽ മക്ക ഖുറൈശികളുടെ അമ്പ് കൊണ്ടിട്ട് നബി തങ്ങൾക്ക് മുഖത്തിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഒരു പല്ല് കൊഴിഞ്ഞു പോയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ ഒരു മലയുടെ താഴ്ഭാഗത്തായിട്ട് ഇവിടെ ഒരു പള്ളിയുണ്ട്. ഉഹദ്
മോസ്ക് അല്ലെങ്കിൽ അൽ ഫസ്ഹ് മോസ്ക് എന്നാണ് പറയപ്പെടുന്നത്. ഈ പള്ളിയിൽ നബി തങ്ങൾ ഉഹദ് യുദ്ധത്തിന് ശേഷം നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നിസ്കരിക്കാവുന്നതാണ്. അങ്ങനെ ഉഹദ് മല സന്ദർശിച്ച് യാത്ര തിരിക്കുകയാണ്. ആരാണോ ഉഹദിനെ സ്നേഹിക്കുന്നത് അവരെ തിരിച്ച് ഉഹദ് മലയും സ്നേഹിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നബി തങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് ഇസ്ലാം ഈ ഒരു ഭൂമിയിലേക്ക് എത്തിക്കാനായിട്ട്. ഈ ഒരു ഇസ്ലാമിക ചരിത്ര ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നും. അതുപോലെ നബി തങ്ങളുടെ ആ ഒരു ത്യാഗവും സഹനവും എല്ലാം നമ്മൾ ഈ ഒരു അറേബ്യൻ നാട്ടിലുള്ള എല്ലാവരും മുസ്ലിങ്ങളാണ്, അൽഹംദുലില്ലാഹ്. ഈ ഒരു ചരിത്രഭൂമികളെല്ലാം കഴിയുന്നവരെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ സന്ദർശിച്ചിരിക്കണം, സിയാറത്ത് ചെയ്തിരിക്കേണ്ട ഒരു ഇടങ്ങളാണ്. ഇതുകൂടാതെ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ട് മദീനയിൽ. ലോകത്തെ എല്ലാ ഇടങ്ങളിലേക്കും ഖുർആൻ പ്രിൻറ്റ് ചെയ്യുന്ന ഒരു പ്രസ്സാണിത്. അവിടെ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബദർ യുദ്ധം നടന്ന ബദർ ഭൂമിയും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അത് അടുത്ത വീഡിയോ ആയിട്ട് ഒരു പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ ഒത്തിരി ലോങ്ങായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു അറിവ് മറ്റുള്ളവർക്കും കൂടി എത്താനായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.